കടുത്തുരുത്തിക്ക് വേണ്ടത് വികസനമോ അതോ വെറും സാന്നിധ്യമോ? ഒരു ജനപ്രതിനിധി എന്നാൽ കേവലം ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒരാൾ മാത്രമല്ല, മറിച്ച് ഒരു നാടിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ശില്പിയായിരിക്കണം. കഴിഞ്ഞ 25 വർഷത്തെ കടുത്തുരുത്തിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മുന്നിൽ നിൽക്കുന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. വികസനം ചടങ്ങുകളിൽ ഒതുങ്ങുമ്പോൾ കല്യാണങ്ങൾക്കും മാമോദീസകൾക്കും പാലുകാച്ചലുകൾക്കും കൃത്യമായി എത്തുന്നത് നല്ലൊരു സ്വഭാവമായിരിക്കാം, പക്ഷേ അതൊരിക്കലും ഒരു മണ്ഡലത്തിന്റെ വികസന അളവുകോലല്ല. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന MLAയുടെ പ്രാഥമിക ചുമതല അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് തന്റെ മേൽക്കോയ്മ നിലനിർത്താനുള്ള തന്ത്രം മാത്രമാണ്. ബൈപ്പാസ് പോലും സ്വപ്നമായി തുടരുമ്പോൾ 1996 മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാൾക്ക് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു ബൈപ്പാസ് റോഡ് പോലും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല എന്നത് കടുത്തുരുത്തിയിലെ വോട്ടർമാർ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഗതാഗതക്കുരുക്കിൽ ശ്വാസം മുട്ടുന്ന കടുത്തുരുത്തിയുടെ ശാപം ഈ ഭരണപരമായ വീഴ്ച തന്നെയാണ്. വിദ്യാഭ്യാസ സാമൂഹിക മേഖലയിലെ ശൂന്യത ഒരു പ്രശ്നമാണ്. ഇന്ന് കടുത്തുരുത്തിയിൽ കാണുന്ന വിദ്യാഭ്യാസ പുരോഗതിയുടെയും സാമൂഹിക വളർച്ചയുടെയും ക്രെഡിറ്റ് പൂർണ്ണമായും സഭകൾക്കും വിവിധ സമുദായ സംഘടനകൾക്കും അവകാശപ്പെട്ടതാണ്. ഇവരുടെ ഇടപെടലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ കടുത്തുരുത്തി വിദ്യാഭ്യാസ ഭൂപടത്തിൽ എവിടെ നിൽക്കുമായിരുന്നു? ജനപ്രതിനിധി എന്ന നിലയിൽ ഈ മേഖലയിൽ ദീർഘവീക്ഷണമുള്ള എന്ത് പദ്ധതിയാണ് അദ്ദേഹം നടപ്പിലാക്കിയത്? അവസരവാദ രാഷ്ട്രീയത്തിന്റെ 25 വർഷങ്ങൾ. രാഷ്ട്രീയ നിലപാടുകളേക്കാൾ ഉപരിയായി അധികാരം നിലനിർത്താൻ ഏതു വഴിയും സ്വീകരിക്കുന്ന അവസരവാദ രാഷ്ട്രീയം ഒരു നാടിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. വികസനം മുരടിപ്പിച്ച് വികാരങ്ങളെ വോട്ടാക്കി മാറ്റുന്ന ഈ രീതി ഇനിയെങ്കിലും തിരിച്ചറിയപ്പെടണം. മെയ് 4-ാം തീയതി പുറത്തുവരുന്ന ഫലം എന്തുതന്നെയായാലും വികസനം മുരടിച്ച ഒരു നാടായി കടുത്തുരുത്തി ഇനിയും തുടരണോ എന്നതാണ് പ്രധാന ചോദ്യം. വോട്ടർമാർ വീണ്ടും അതേ മണ്ടത്തരം ആവർത്തിച്ചാൽ അത് ആ വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് വരുംതലമുറയുടെ തോൽവിയായിരിക്കും. ചടങ്ങുകളിലല്ല, മാറ്റങ്ങളിലാണ് വികസനം അളക്കേണ്ടത്.